രണ്ടാമത് അലി റളിയല്ലാഹു തആല അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഇല സ്വലാത്തി കബ്ബറ ثم قال وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين اللهم أنت الملك لا إله إلا أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله في يديك والشر ليس إليك وأنا بك وإليك تباركت وتعاليك അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് വജ്ഹത്തുവിന്റെ പരിപൂർണമായ രൂപം. ഇതിൽ നമ്മൾക്ക് പരിചയമുള്ളത് വഅന മിനൽ മുസ്ലിമീൻ എന്നുള്ളത് വരെയാണ്. അതും ഹദീസുകളിൽ വന്നതാണ്. അപ്പോ പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് ആദ്യം പറഞ്ഞതോ ഇതോ ചൊല്ല, സമയമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുന്നതാണ് ഉത്തമം. അതായത് ഇപ്പൊ ഇമാമക്കായി നിൽക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ നമ്മളിപ്പോ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൽ ചുരുക്കലാണ് നല്ലത്. കാരണം ബാക്കിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഇനി ഫർദ് നിസ്കാരങ്ങളിലോ നമ്മൾ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടി വരുമ്പോഴോ അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിലും നമുക്ക് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കാരത്തിൽ വജ്ഹത്ത് ചൊല്ലിക്കൂടാ എന്നൊന്നും എവിടെയില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ പ്രാരംഭ മാത്രമല്ല, നബി സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്നുണ്ട് ഹദീസുകളിൽ. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ നമുക്ക് സൗകര്യപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനകൾ കൂടെ പഠിച്ചുകൊണ്ട് ഇതും കൂടി നിർവഹിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തും. അപ്പൊ നമ്മൾ പ്രചാരത്തിലിരിക്കുന്ന ഈ വജ്ഹത്ത് അത് ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നമ്മളാ പറയുന്നത്, അതും ആശയം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് നിർവഹിക്കാൻ. വജ്ഹത്തു എന്ന് പറഞ്ഞാൽ ഞാനിതാ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖം, ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച സൃഷ്ടാവിന്റെ നേരെ ഞാൻ ഇതാ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നത്. ഹനീഫൻ വക്രതയില്ലാത്ത നിലക്ക്, മുസ്ലിമൻ അള്ളാഹുവിന് എല്ലാ നിലക്കും പരിപൂർണമായി കീഴ്പ്പെട്ടവനായി. ആ പറയുന്നതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് യോജിപ്പ് വേണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അള്ളാഹിനോട് നമ്മൾ പറയണം, ഞാൻ ഹനീഫായിട്ടാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, എനിക്ക് വക്രതയില്ല. മുസ്ലിമൻ, ഞാൻ നിന്റെ കൽപ്പനകൾക്കൊക്കെ കീഴൊതുങ്ങി ജീവിക്കാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് വെക്കുന്നവനല്ല. അള്ളാഹുവിന്റെ അധികാരങ്ങളിലും അവകാശങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെയും വ്യക്തിയെയും പങ്കുചേർത്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവനല്ല ഞാൻ നിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഋജുമാനസനായി വക്രതയില്ലാത്ത മനസ്സുമായി നിന്റെ മുമ്പിൽ ഇതാ നിൽക്കുന്നു. എല്ലാം നിന്നിലേക്ക് തിരിച്ചുകൊണ്ടിതാ നിന്റെ മുമ്പിൽ ഈ അടിമ നിൽക്കുന്നു. എന്ത് വലിയ ആശയാണ് നമ്മളാ പറയുന്നത്. അതാണ് നമ്മൾ ആ ആശയം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭക്തി കിട്ടും. ആശയം അറിയണവർക്കും ഭക്തി കിട്ടണ്ട, അത് വേറെ വിഷയം. എന്നാലും കുറച്ചൊക്കെ കേന്ദ്രീകരിക്കാൻ ഒരു 40-50% നമ്മുടെ മനസ്സതിൽ കേന്ദ്രീകരിച്ച് നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ആശയം മനസ്സിലാക്കിയിട്ടാകുമ്പോൾ കുറച്ചും കൂടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്ന സ്വലാത്തി, പടച്ചവനെ നിശ്ചയമായും എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ബലികർമ്മങ്ങൾ, വമഹിയായ എന്റെ ജീവിതം, വമമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകരുടെയും രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നു. കണ്ടോ, എന്റെ നിസ്കാരം പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്, എന്റെ ഇബാദത്തുകൾ നിനക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതം എന്റെ മരണം അതെല്ലാം നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല എന്നാണ് നമ്മളാ പറയുന്നത്. പടച്ചോനെ നിനക്കിഷ്ടമുള്ളതേ ചെയ്യൂ, എന്റെ ജീവിതം എന്റെ എല്ലാ പ്രവർത്തനങ്ങൾ നിനക്ക് പൊരുത്തപ്പെടാത്തത് ഞാൻ ചെയ്യൂല എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ആ കൈകെട്ടി നിന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഞാൻ മുശ്രിക്കല്ല എന്ന്. എന്നിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, ലാ ശരീക ലഹു, ഞാൻ ഇങ്ങനെയൊക്കെ വണങ്ങി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനുള്ള പ്രത്യേകത ലാ ശരീക ലഹു, അവൻ ഒരു നിലക്കും ശരീക്കുകളില്ല, പങ്കുകാരില്ല. വബിദാലിക ഉമിർത്തു, ഈ കാര്യം മുഖേന ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു പങ്കുകാര്യമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ചില ഹദീസുകളിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നും കാണാൻ സാധിക്കും. ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഒന്നാമത്തെ മുസ്ലിം എന്ന നിലക്കല്ല അവിടെ ആശയം.
മറിച്ച് ഈ കാര്യങ്ങളൊക്കെ ശിരസാവഹിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ ഒന്നാമത്തെ പടിയിൽ ഇതാ പടച്ചോനെ ഞാൻ തന്നെ തയ്യാറാണ്, ഞാൻ തന്നെ അതിൽ മുൻപന്തിയിൽ ഇതാ വരുന്നു എന്ന നിലക്കാണ് അവിടെ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രയോഗിക്കുന്നത്. അത് അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നതും നല്ലതാണ്. അനമിനൽ മുസ്ലിമീൻ എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. പിന്നെ തുടർന്നുകൊണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ പറയുന്ന പ്രാർത്ഥനകളിൽ മുഴുക്കെ അള്ളാഹുവിനോട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ അൻതൽ മലിക്കു, പടച്ചതമ്പുരാനെ നീയാണ് രാജാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. അൻത റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ളലംതു നഫ്സി, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്. വഅ്തറഫ്തു ബിദംബി, ഞാൻ എന്റെ കുറ്റങ്ങളൊക്കെ ഇതാ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. വഅ്തറഫ്തു എന്ന് പറഞ്ഞാൽ ഞാനിതാ കുറ്റസമ്മതം നടത്തുന്നു, എന്റെ കുറ്റങ്ങളെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി ദുനൂബി ജമീഅ, എന്റെ എല്ലാ പാപങ്ങളും നാഥ നീ എനിക്ക് പുറത്തു തരണമേ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്? ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം പാപങ്ങളെല്ലാം പൊറുക്കാൻ കഴിവുള്ള ശക്തി നീയല്ലാതെ മറ്റാരും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് നിന്നോട് മാത്രം പാപമോചനത്തിന് വേണ്ടി ഞാൻ അർത്ഥിക്കുന്നത്. വഹ്ദിനി, നീ എനിക്ക് മാർഗം കാണിച്ചു തരണമേ. വഹ്ദിനി, നീ എന്നെ നയിക്കണമേ. ലിഅഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക്. ഇവിടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും സൃഷ്ടികളിലുണ്ട്. അതിൽ നല്ല സ്വഭാവക്കാരനാക്കി നീ എന്നെ മാറ്റണം. ലാ യഹ്ദീ ലിഅഹ്സനിഹാ ഇല്ലാ അൻത, സൽ സ്വഭാവത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ നിന്നെ കൊണ്ടല്ലാതെ പറ്റില്ല. വസ്രിഫ് അന്നീ സയ്യിഅഹാ, ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും നീ എന്നെ തിരിച്ചു കളയണമേ. ലാ യസ്രിഫു അന്നീ സയ്യിഅഹാ, എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും തിരിക്കുവാനുള്ള കഴിവ് ഇല്ല അൻത, നിന്നെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ലബ്ബൈക വസഅദൈക, നിന്റെ എല്ലാ ആജ്ഞകൾക്കും ഉത്തരം ചെയ്തുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക, എല്ലാ നന്മകളുടെയും ഉറവിടം നീയാണ്, എല്ലാ നന്മകളും നിന്നിൽ നിന്നാണ്. വശർറു ലൈസ ഇലൈക, ദുഷ്ടമായ ഒരു പ്രവർത്തനവും നിന്നിലേക്ക് ചേർക്കപ്പെടുകയില്ല. വ അനബിക, ഞാൻ നിന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നീ മുഖേനയാണ്, നിന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വ ഇലൈക, എന്റെ മടക്കവും നിന്നിലേക്കാണ്, നിന്നിലേക്കാണ് എന്റെ എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത്. തബാറക്ത, നീ അനുഗ്രഹീതനാണ്. വ തആലൈത, നീ അത്യുന്നതനാണ്. അസ്തഗ്ഫിറുക, വീണ്ടും ഞാൻ നിന്നോട് യാചിക്കുന്നു തമ്പുരാനെ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാനിതാ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നു. ഇതാണ് വജ്ഹത്തുവിന്റെ പരിപൂർണമായ രൂപം. ഇത് നമുക്കറിയില്ലെങ്കിലും ഞാനിത് പരിപൂർണമായി ഓരോ വാക്കിന് അർത്ഥം പറഞ്ഞത് വീണ്ടും ഈ കാസറ്റുകൾ ഉപയോഗപ്പെടുത്തുന്ന സഹോദരി സഹോദരന്മാർക്ക് കുറെ കാലം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിനോടൊപ്പം ഇങ്ങനെ ചൊല്ലി പഠിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കുവാനും വേണ്ടി മാത്രമാണ്. അപ്പോ ഈ വിഷയം ഇങ്ങനെയും പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് വജ്ഹത്തു നമുക്ക് അറിയാവുന്നതിലും കൂടുതലായി ഹദീസുകളിൽ സഹീഹായ നിലക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ സമയവും സൗകര്യത്തിനും അനുസരിച്ച് വളരെയധികം അർത്ഥവത്തായി തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം.